പേർഷ്യൻ ഉൾക്കടലിന്റെ പിന്നിൽ കറുത്ത പുകപടലങ്ങളും തീജ്വാലകളും പടർത്തിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം ഭയാനകമായ മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. US സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ അതിശക്തമായ ബാലിസ്റ്റിക് മിസൈൽ വർഷത്തിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ ഇറാന്റെ ഔദ്യോഗിക വാർത്താ മാധ്യമമായ IRIB പുറത്തുവിട്ടതോടെ മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു ദീർഘകാല യുദ്ധത്തിന്റെ നിഴലിലായി കഴിഞ്ഞു. പേർഷ്യൻ ഉൾക്കടലിന് മുകളിലൂടെ രാത്രിയുടെ ഇരുട്ടിനെ കീറി മുറിച്ച് ഇറാന്റെ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തിലേക്ക് കുതിച്ചുയരുന്ന ഭീതിതമായ കാഴ്ചകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഹോർമസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന ഒരു പ്രമുഖ അന്താരാഷ്ട്ര ചരക്കു കപ്പലിന് നേരെ ഇറാൻ സൈന്യം നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഈ മിസൈൽ വർഷമുണ്ടായത്. മേഖലയിൽ നിലനിന്നിരുന്ന താൽക്കാലിക സമാധാന ഉടമ്പടികൾ പൂർണ്ണമായും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നടത്തിയ കപ്പൽ വേട്ടയ്ക്ക് അമേരിക്ക കടുത്ത തിരിച്ചടി നൽകാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഇറാൻ തങ്ങളുടെ വജ്രായുധമായ ബാലിസ്റ്റിക് മിസൈലുകൾ പുറത്തെടുത്തത്. തങ്ങളുടെ തൊട്ടടുത്തുള്ള ഈ തന്ത്രപ്രധാന സമുദ്രപാതയുടെ പൂർണ്ണമായ പരമാധികാരവും നിയന്ത്രണം തങ്ങൾക്കാണെന്നാണ് ഇറാന്റെ വാദം. ഇതിനു മുൻപ് ഇരുപക്ഷവും തമ്മിലുണ്ടാക്കിയ താൽക്കാലിക സമാധാന ധാരണകളെല്ലാം ഇപ്പോൾ ജലരേഖയായി മാറിയിട്ടുണ്ട്. അന്താരാഷ്ട്ര നിയമങ്ങളെയും അമേരിക്കൻ ഭീഷണികളെയും പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഹോർമസ് കടലിടുക്കിലൂടെയുള്ള എല്ലാ കപ്പൽ നീക്കങ്ങളെയും നിയന്ത്രിക്കാനുള്ള പൂർണ്ണ അവകാശം തങ്ങൾക്കാണെന്ന് ഇറാൻ സൈനിക വക്താക്കൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ അതിർത്തിയിൽ നിന്നും തൊടുത്തുവിട്ട മിസൈലുകൾ യുഎസിന്റെ വിവിധ ഗൾഫ് രാജ്യങ്ങളിലുള്ള തന്ത്രപ്രധാന സൈനിക താവളങ്ങളെയാണ് ലക്ഷ്യമിട്ടത്. കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുള്ള അമേരിക്കൻ വ്യൂഹങ്ങൾക്ക് നേരെയാണ് ഈ മിസൈലുകൾ കുതിച്ചെത്തിയത്. ഇതോടെ സംഘർഷം കേവലം US ഇറാൻ അതിർത്തികളിൽ മാത്രം ഒതുങ്ങാതെ മറ്റ് ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് കൂടി വ്യാപിപ്പിക്കുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് നിലവിലുള്ളത്. തങ്ങളുടെ മണ്ണിൽ സ്ഥിതി ചെയ്യുന്ന US താവളങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം ഉണ്ടാകുന്നത് ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയെയും സമാധാന അന്തരീക്ഷത്തെയും പൂർണ്ണമായും ബാധിച്ചിരിക്കുകയാണ്. അത്യാധുനിക കൃത്യതയാർന്ന ഗൈഡഡ് ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഈ ആക്രമണത്തിനായി വിനിയോഗിച്ചത്. അമേരിക്കയുടെ അതിശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ പോലും വെല്ലുവിളിക്കാൻ തക്ക വേഗതയും ശേഷിയുമുള്ളവയായിരുന്നു ഇവ. ദൃശ്യങ്ങളിൽ കാണുന്ന മിസൈലുകളുടെ കനത്ത പ്രഹരശേഷി പെന്റഗണിന്റെ ഉറക്കം കെടുത്തുന്ന ഒന്നാണ്. US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ വൻ പ്രത്യാക്രമണത്തിന് അർഹമായ മറുപടി നൽകാൻ അമേരിക്കൻ പ്രസിഡന്റും പെന്റഗണും അടിയന്തര യോഗം ചേർന്നിരിക്കുകയാണ്. തങ്ങളുടെ സൈനികർക്ക് നേരെയുണ്ടാകുന്ന ഇത്തരം ആക്രമണങ്ങൾ ഒരു തരത്തിലും വെച്ച് പൊറുപ്പിക്കില്ലെന്നും ഇറാന്റെ ഈ ധാർഷ്ട്യത്തിന് വരും ദിവസങ്ങളിൽ വലിയ വില നൽകേണ്ടി വരുമെന്നും വൈറ്റ് ഹൌസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആഗോള ഇന്ധന വിപണിയെയും വ്യവസായങ്ങളെയും നിശ്ചലമാക്കാൻ പോന്ന ഒന്നാണ് ഈ പുതിയ യുദ്ധ സാഹചര്യം. ഹോർമുസ് കടലിടുക്ക് കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ പോരാട്ടം ചരക്ക് കപ്പലുകളുടെ ഇൻഷുറൻസ് നിരക്കുകൾ കുതിച്ചുയരാൻ കാരണമായിട്ടുണ്ട്. പല അന്താരാഷ്ട്ര കപ്പൽ കമ്പനികളും പേർഷ്യൻ ഉൾക്കടലിലൂടെയുള്ള തങ്ങളുടെ സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കുകയാണ്. ഇറാൻ പുറത്തുവിട്ട ഈ പ്രകോപനപരമായ ദൃശ്യങ്ങൾ ആഗോളതലത്തിൽ വലിയ നയതന്ത്ര ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടത്. പരസ്യമായ യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് മിഡിൽ ഈസ്റ്റിനെ വർഷങ്ങളോളം പിന്നോട്ട് നയിക്കുമെന്ന് വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണാൻ യുണൈറ്റഡ് നേഷൻസ് സുരക്ഷാ കൗൺസിൽ ഇരുപക്ഷത്തോടും ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അതിർത്തികളിൽ പുകയുന്ന ആയുധങ്ങളുടെ ശബ്ദം ചർച്ചകൾക്കുള്ള സാധ്യതകളെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അമേരിക്കയും ഇറാനും തങ്ങളുടെ സൈനിക പരമാധികാരം തെളിയിക്കാൻ നടത്തുന്ന ഈ ബലപരീക്ഷണങ്ങൾക്കിടയിൽ അകപ്പെടുന്നത് അന്താരാഷ്ട്ര നാവിക ജീവനക്കാരാണ്. ഗൾഫ് മേഖലയിലെ സമാധാന ചർച്ചകളെല്ലാം ഇപ്പോൾ പൂർണ്ണമായും നിശ്ചലമായിരിക്കുകയാണ്. യുണൈറ്റഡ് നേഷൻസിന്റെ മധ്യസ്ഥതയിലുള്ള യാതൊരു ചർച്ചകൾക്കും തയ്യാറല്ലെന്ന ഭാവമാണ് അമേരിക്കയും ഇറാനും പ്രകടിപ്പിക്കുന്നത്. അമേരിക്കൻ കോൺഗ്രസിനുള്ളിൽ തന്നെ ട്രംപിന്റെ ഈ ഏകപക്ഷീയമായ പ്രഖ്യാപനത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്നുണ്ട്. അന്താരാഷ്ട്ര അനുമതിയോ സഖ്യകക്ഷികളുടെ പിന്തുണയോ ഇല്ലാതെ ഇത്തരം നികുതിയും സൈനിക ഇടപെടലും നടത്തുന്നത് അമേരിക്കൻ ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. സാങ്കേതിക വിദ്യയുടെയും ആയുധബലത്തിന്റെയും പുതിയ പരീക്ഷണശാലയായി മാറുകയാണ് ഹോർമുസ് കടലിടുക്ക്. ഒരറ്റത്ത് അമേരിക്കയുടെ അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങളും മിസൈൽ വിമാനവാഹിനി കപ്പലുകളും, മറ്റേ അറ്റത്ത് ഇറാന്റെ മിസൈൽ പ്രതിരോധ കോട്ടയും നിശ്ചയദാർഢ്യവും. വരും മണിക്കൂറുകളിൽ പേർഷ്യൻ ഉൾക്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെയുണ്ടാകുന്ന ഏത് ചെറിയ പ്രകോപനവും ഒരു വലിയ സ്ഫോടനത്തിലേക്ക് നയിച്ചേക്കാം.
ട്രംപിന്റെ ഗാർഡിയൻ പദവിയും ഇറാന്റെ ഖാത്തം അൽ അൽപിയ കമാൻഡിന്റെ കടുത്ത മുന്നറിയിപ്പുകളും പരസ്പരം വിരൽ ചൂണ്ടുമ്പോൾ ഹോർമുസ് കടലിടുക്കിന്റെ ആകാശവും കടലും യുദ്ധത്തിന്റെ കനത്ത നിഴലിൽ തന്നെയാണ് നിലനിൽക്കുന്നത്.